എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ട് വന്നത്. വലിയ വ്യത്യസ്തതയൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നോണിൽ. അതിൻ്റെ അൺബോക്സിങ് എന്ന ലെവലിൽ നമ്മളിതിൻ്റെ അൺബോക്സിങ് നമ്മളെ ചാനലിൽ ചെയ്തിട്ടില്ല. ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങാറുണ്ട്. ശരിക്കും എൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് ഈ ഓൺലൈനിൽ സാധനം വാങ്ങലാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രേസ് ഉണ്ട്, ഗാഡ്ജറ്റ് ഭയങ്കര ക്രേസാണ്. പക്ഷേ ഞാനൊന്നും അങ്ങനെ അൺബോക്സിങ് അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വന്നിട്ടും പോയിട്ടും ഒരു ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്കല്ല, ബ്രദറിനാണ്. അപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ. സാധനം ഭയങ്കര ഫണ്ണാണ് ആക്ച്വലി. ഞാൻ ഇന്നാ ഓർമ്മ വന്നത്, കാരണം ഓഫറൊന്നും നോക്കിയിട്ട് കണ്ടില്ല ആമസോണിൽ. അപ്പോൾ ഞാൻ കരുതി നോണിന്ന് വാങ്ങാൻ കരുതിയിട്ട് അങ്ങനെ പെൻഡിങ് ഇട്ടിരിക്കുന്നു. ഒരിക്കലും ഓഫർ ഉണ്ടായിരുന്നു ആമസോണിൽ, നല്ല ഓഫറായിരുന്നു. അപ്പം പക്ഷെ ആ ഓഫർ ടൈമിൽ കൂട്ടുകാരൊക്കെ പറഞ്ഞടാ ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ പെരുന്നാൾക്ക് ടൈമിൽ കുറച്ചുകൂടി ഓഫർ ഉണ്ടാവും, അപ്പോൾ അതെടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് ഓഫർ തീർന്നു പോയി. പിന്നെ എനിക്ക് സാധനം കിട്ടിയില്ല, ആമസോണിൽ സാധനം കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഫൈനലി നോണിന്ന് ഒന്ന് ഓർഡർ ചെയ്ത്, കൂട്ടുകാരനെ കൊണ്ട് ഓർഡർ ചെയ്ത്. അവന് നോൺ 1 പറഞ്ഞിട്ട് അക്കൗണ്ട് ഉണ്ട്, എൻ്റെ നോർമൽ അക്കൗണ്ട്. അപ്പോൾ ഡെലിവറിയൊക്കെ കുറച്ചുകൂടി സ്ലോ ആയിരിക്കും, അപ്പോൾ ഞാൻ പോണ ടൈമിൽ എത്തില്ല. അങ്ങനെ വന്നിട്ടും പോയിട്ടും സാധനം ഞാൻ ഓർഡർ ചെയ്ത് കൂട്ടുകാരനെ കൊണ്ട് എൻ്റെ ലൊക്കേഷനിലേക്ക് എത്തി. ഇത് എത്തിയത് ഓർഡർ ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് എനിക്ക് സാധനം കൈ കിട്ടി. ഓർഡർ ചെയ്ത് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും വേറെ ലെവല്. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്കാണ് പോണത്. ഞാൻ ഇതിട്ട് അൺബോക്സിങ് ചെയ്തിട്ടില്ല. ലെറ്റ്സ് സീ, അൺബോക്സ് ചെയ്ത് നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ അൺബോക്സിങ്ങിലോട്ട് പോവാണ്. അപ്പോൾ അത് നൈസായിട്ട് നമുക്കങ്ങനെ അൺബോക്സ് ചെയ്തിട്ടും വലിയ പിടുത്തല്ല. 10 സാധനം. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നമ്മൾ തന്നെ ഇടണത്. മോഞ്ഞിട്ട് പോവാം. ഇതാണ് സാധനം, പുതിയതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അല്ലേ? പുതിയതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഈ യൂസ്ഡൊക്കെ പാക്ക് ചെയ്ത് വരാറുണ്ട്, പക്ഷേ ഇത് പുതിയതാണ്. ഇവിടെ ഇതാക്കണം, ഓപ്പൺ കവർ ചെയ്ത് കിടക്കട്ടെ. അപ്പോൾ നൈസായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാം. എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്യേണ്ട വിധം? ഐ ഹോപ്പ് ഇതായിരിക്കാം. അതെ, യെസ്, ഇവിടെ ശിവനേ അതനല്ലേ? അതെ 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 അതെ. ഏയ് എന്തുട്ട വരുന്നില്ല. ഓ ഓക്കേ ഓക്കേ ഓക്കേ, യെസ് 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 യെസ്. ഇനിയുണ്ടോ? തീർന്നില്ലേ? വാവ്. ഓ ഇങ്ങനെയാണല്ലേ? ഓ ഓക്കെ. എന്തിട്ടത്? ഓ ഇത്ര ഉള്ളൂ പരിപാടി. ഇതാണ് ഫോണ്. 2 സ്കോറൊക്കെ നമ്മൾ തന്നെ ഇട്ടണേ. ഇതിവിടെ ഇടയിൽ അടുത്തത് എന്തുട്ടാ? പൗച്ചുണ്ട്. ഓക്കെ, ഒന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ. ഇത്ര ഉള്ളൂ. ഓ നല്ല വിശപ്പ്. ഇത് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കണം. ഓ കവറല്ല, അത് ജസ്റ്റ് സിം ഇൻജക്ടർ. പിന്നെ കേട്ടോ സി ടൈപ്പ്, C2C സി ടൈപ്പ് കേബിള്. കവറൊന്നുമില്ല കേട്ടാ, കവറൊന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ. നോ റീസ്. അപ്പോൾ ഫോണ് നമുക്ക് നൈസായിട്ട് ഓപ്പണാക്കി നോക്കാം. എവിടെ എവിടെ പിന്നെ ഇവിടെ കൈ ഇറങ്ങിട്ടാ ഫുഡ് അടിക്കണ്ടേ.
അവരുടെ കഴിച്ചതാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. അപ്പം 4 മണിയായി, ഏട്ടൻ കഴിച്ചില്ല. പസി താങ്ക മുടിയല്ലേ. അപ്പോൾ ഇതാണ് ഫോണ്. ഇത് യൂസ് ചെയ്തിട്ടുള്ള അവസ്ഥയൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇത് കണ്ട ഫുള്ള് ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ കണ്ട്. എന്തായാലും ഓണാക്കി നോക്കാം, വന്നിട്ടും പോയിട്ടും. ബിസ്മില്ല. യെസ്, നത്തിങ്. ഏയ് വരില്ല. ഇത് എന്തോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവിടേക്ക് ലേറ്റ് എത്തുന്നുണ്ടോ? യെസ്, യുണൈറ്റഡ് കിങ്ഡം. അടിച്ചു പോയാവോ? ഹിന്ദി കൊടുക്കുക, ഇന്ത്യൻ ഇംഗ്ലീഷ് കഴിഞ്ഞ്. ഓക്കെ, കണക്ട് ടു മൊബൈൽ നെറ്റ്വർക്ക് ഇഫ് യു ഹാവ് സിം കാർഡ്. സ്കിപ്പ്. സിപ്പ് സ്റ്റാർട്ട്. എങ്ങോട്ടാണ്? ലെഫ്റ്റോ മേലക്കോ? യെസ്. പക്ഷെ ഇത് ഓണാക്കുമ്പോൾ ലൈറ്റ് കത്താറുണ്ടല്ലോ, ഞാനതാ ചിന്തിക്കണത്. സാധനമൊക്കെ സെറ്റ്, പക്ഷേ ലൈറ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഓക്കെ, ഇതിനകത്ത് ലൈറ്റ് കത്തുമല്ലോ. ഓക്കെ, എന്തായാലും ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ്. അൺബോക്സിങ് ഇതാണ് സാധനം. ഇത് യൂസ് ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ഉടൻ തന്നെ ആഡ് ചെയ്യും. ക്യാമറയൊക്കെ ഇതാണ് ക്യാമറ. while using this app. Okay, camera, video, portrait. Oh, adjust ചെയ്യല്ലേ? 4.2. ക്യാമറയൊക്കെ അടിപൊളിയാണെന്ന് കേട്ട്. സംഭവം മൊത്തത്തിൽ ഭയങ്കര ക്ലോസ് ആട്ടോ. എനിക്ക് ഇഷ്ടമായ സംഭവം എന്താ പറയുക, നമ്മൾ ഐഫോണിൻ്റെ പോലെ തന്നെ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഡിസ്പ്ലേ ഉള്ളത്. നമുക്ക് ഉള്ളിലായിട്ട് തോന്നില്ല ഈ സ്ക്രീനുള്ളത്. ടച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കണത് തോന്നുന്നത്. ഒരു പ്രൊജക്റ്റ് പോലെയാണ് ഇത് നിൽക്കുന്നത്. ഐഫോൺ പോലെ തന്നെയാണ് ഫീൽ ആവുന്നത്. കൊള്ളാം മൊത്തത്തിൽ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ലൈറ്റൊക്കെ എങ്ങനെയാണോ കത്തിക്കലാവുക തമ്പരാനറിയാം. എന്തായാലും ഇത് നോക്കിയിട്ട് ഞാൻ പിന്നീട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഇതാണ് അൺബോക്സിങ്. ഇതാണ് ഫോണ്. ഇനി ഇതിനകത്ത് വൈഫൈ എല്ലാം കണക്ട് ചെയ്തിട്ട് സിമ്മൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ നാട്ടിൽ തന്നെ ജിയോ സിം ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം വർക്ക് ആവുന്നുണ്ടോയെന്നില്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ നാട്ടിലത്തെ സിമ്മുണ്ട്. അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം എനിക്കൊരു 2 days ഗ്യാപ്പുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൊത്തം ഇത് മാക്സിമം ടെസ്റ്റ് ചെയ്ത് എന്താണ് അവസ്ഥ നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഇതിനൊരു സ്ക്രീൻ ഗാർഡും പിന്നെ പൗച്ചും കാര്യങ്ങളും വാങ്ങണം. അതിൻ്റെ കൂടെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതാണ് അൺബോക്സിങ്. ഞാൻ കഥ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല. അങ്ങനെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ ചെറിയ ഷോർട്ട് വീഡിയോ. അപ്പോൾ ബൈ.